ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പൂജൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് ഭൂമി പൂജയാണ്. ഭൂമി പൂജ എന്ന് പറയുമ്പോൾ നമ്മൾ വീട് കെട്ടുന്നതിന് മുമ്പ് ചെയ്യുന്ന പൂജ. എനിക്കിതിനെക്കുറിച്ച് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അതിന് മുമ്പൊന്നും എനിക്കും അറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഭൂമി പൂജ കാണുക എവിടെയും പോയിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ വീട് കെട്ടുന്നത് നമ്മുടെ തെലുങ്കാനയിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണ്. ഇത് ഓൾറെഡി ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, പഴയ വീട്. അതിനിപ്പോൾ ഫുള്ള് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഒരു പുതിയ വീട് കെട്ടുകയാണ്. അപ്പം അതിൻ്റെ പൂജയാണ് ഇപ്പം നടക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഈ പൂജ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം 5:45 ആണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് പൂജാരുണ്ടാക്കുന്നത് ആ നൂല് കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ മിക്കവാറും എല്ലാ പൂജകൾക്കും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. മാവിൻ്റെ ഇല കൊണ്ട് നമ്മൾ ചരട് പോലെ നൂലിന് നമ്മൾ കയ്യിൽ കെട്ടില്ലേ, നമ്മൾ ഈ കൂടൊക്കെ വെച്ച് കയ്യിൽ കെട്ടുന്ന പോലെ ആ മാവിൻ്റെ ഇല ആക്കി കയ്യിൽ എല്ലാവർക്കും കെട്ടുന്ന പോലെ ഇവിടെ ആക്കി വെക്കും. അവിടെ എത്ര പേര് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ കെട്ടാനായിട്ട് ആണ് അവിടെ ഉണ്ടാക്കി നിൽക്കുന്നത്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയില്ല. ഇവിടെ മിക്കവാറും പൂജകളിൽ ഇത് ഒരു മാവിൻ്റെ ഇല കൊണ്ട് ഇങ്ങനെ കെട്ടുന്നത് എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. വീഡിയോ എടുത്തത് ഞാനല്ല, തൊട്ട് കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇവിടെ പൂജയ്ക്ക് എത്തിയ ഒരാളുടെ അടുത്താണ് ഞാൻ കൊടുത്തത്. അപ്പോൾ കുഴപ്പമില്ല, അത് എടുത്തിട്ട് എന്തായാലും ഇടയ്ക്കൊക്കെ നല്ല ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. സർവതോ ജയമംഗള. ഓം ദേവി വാചമയന്ത ദേവാസ്തഃ വിശ്വരൂപഃ പശവോ വദന്തെ സ്ഥാനാധ്യായാസ്ത ഭൂമയെ. ഓം ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണാം ചതുർഭുജാം പ്രസന്നവനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ആഗജാനന പദ്മാർക്കം ഗജാനനാമഹർനിജാം അനേകദന്തഭക്താനാം ഏകാദന്തോപാസ്മയേ. ഓം തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രാബലം തദേവ വിദ്യാബലം ദൈവബലം തദേവ ലക്ഷ്മീപദയ സ്മരാമി. ഓം യത്ര യോഗീശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധരഃ തത്രസ്യ വിജയോ പുത്രവാമഹി. ഹൃദയ സകല കല്യാണഃ ഭായനേ യത്ര ജായതേ പുരുഷാനിത്യ. അവിടെ കാണുന്ന വെറ്റിലയാണ്, അവിടെ കാണുന്ന ഇല കാണുന്നില്ല, അത് വെറ്റിലയാണ്. 9 ഉണ്ട്. അത് ആക്ച്വലി നവഗ്രഹങ്ങളിൽ സങ്കല്പിച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ. ഈ നവഗ്രഹങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾക്ക് പ്രത്യേകം മന്ത്രം ജപിച്ച് പൂജ ചെയ്യുന്നുണ്ട്. അപാസർപ്പന്തഃ ഏതേ ഭൂമിപാലകഃ ഏതേന ബ്രഹ്മകരസമാരവഃ. ഓം ഉത്തിഷ്ഠന്തഃ ഭൂതാ പിശാചഃ ഏതേ ഭൂമിപാലകഃ ഏതേന ബ്രഹ്മകരസമാരവഃ. ആസനെ വിനിയോഗഃ. ఆసనే వినియోగః. ఓం ఇది ప్రాణానాచమ్యాం ప్రాణాయం చేసుకోండి. ఓం భూః ఓం భవః ఓం స్వః ఓం మహః ఓం జనః ఓం తపః ఓం సత్యం ఓం తత్రేణ్యమృద్ధో దేవస్య ధీమే ధియో యో నః ప్రచోదయాత్. మాపాద్యోదేనసో బ్రహ్మా భవస్వరో. ఓం శుభే ముహూర్తే శ్రీ మహావిషమానసేన శ్రీమాన్ గోత్రో భవస్యాః కోడురుగోత్రో భవస్యః వంశో భవస్య వ్యాళ్ళ వంశో భవస్యః మాతుః అమ్మ పేరు లక్ష్మీనామధేయస్యః సపుత్రస్య కుమారస్యాః పేరు మధుసూదననామధేయస్యః జన్మ నక్షత్రేణ. నీ నక్షత్రం ఏంది? భరణి నక్షత్రేణ జన్మనామ. లోకయ్య జన్మనామేన యజమానస్యేన మధుకనామధేయస్య ధాతా ధనుపత్ని సమేతస్య నీ పేరు రజనీనామధేయస్యః యజమానస్యేన పిల్లల పేరు ఇతస్యారెడ్డినామధేయస్యః యజమానస్యేన. అస్మాకం వంశానాం ప్రీత్యర్థం సహ కుటుంబానాం క్షేమ స్థైర్య ధైర్య విజయ అభయ ఆయుః ఆరోగ్య ఐశ్వర్య ఆరంభ పృథ్వీ పూజానంచ గర్భకరిస్తే తదంగత్వేన భూమి పూజానంచ కరిస్తే అధో నిర్విఘ్నేన పరిసమాప్త. శ్రీ మహాగణపతి పూజానంచ కరిస్తే గౌరీ పూజానంచ కరిస్తే ఆదిత్య నవగ్రహ పూజానంచ కరిస్తే వాస్తు పురుష దేవతారంచ కరిస్తే నూతన గృహ ఆరంభ పృథ్వీ పూజానంచ కరిస్తే. పుష్పాక్ష విశ్రేతో అయం ముహూర్తో సుముహూర్తస్తో సుముహూర్తాభయామి పూజయామి. ఒక పువ్వు చెంబులు పసుపు కుంకుమ చెంబులు. ఓం కుంకుమావిలేపయామి గంధం సమర్పయామి. ఆ చెంబులు ఓం పసుపు
गन्धाद्वारान्द्रानित्यरभूतानां वामयोगे श्रियः आरिद्राचोर्नमर्पयामि गङ्गे च मने चैव कृष्णा गोदावरी सरस्वती नर्मदा सिन्धुः कावेरी जलसंसन्निधिं कुरु आयान्तुः कलशेदक दुर्गक्षपूजा द्रव्याणि सम्प्रोक्ष. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് മാവ് കൊണ്ടുണ്ടാക്കിയ ചരടാണ്. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിന്ന പൂജയാണ് കേട്ടോ. ഞാൻ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഭൂമി പൂജ എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എവിടെയും ഭൂമി പൂജയൊന്നും നമ്മുടെ നാട്ടിലെവിടെയും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത്രയൊക്കെ നേരം അവിടെ പൂജ ചെയ്യുന്നുണ്ട്. അതുപോലെ വീട് കെട്ടുന്നവരിനെ ഇരുത്തിയിട്ടാണോ പൂജ ചെയ്യിപ്പിക്കുന്നത്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇതുപോലെ ആയിരിക്കില്ല അവിടുത്തെ പൂജ എന്ന് മാത്രം അറിയാം. പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഓം സൂര്യഗ്രഹായ നമഃ. ഓം ചന്ദ്രഗ്രഹായ നമഃ. ഓം കുജഗ്രഹായ നമഃ. ഓം മദഃ ബുധഗ്രഹായ നമഃ. ഓം ബൃഹസ്പതിഗ്രഹായ നമഃ. ഓം ശുക്രഗ്രഹായ നമഃ. ഓം ശനിഗ്രഹായ നമഃ. ഓം രാഹുഗ്രായ നമഃ. ഓം കേതുഗ്രായ നമഃ. ഇതാദിത്യനവഗ്രഹോദാപ്യന്നോ നാനാവിധ പരിമളപത്രപുഷ്പാഞ്ജലിം സമർപ്പയാമി. നൈവേദ്യം നിവേദയാമി. ചക്രം. ഓം ഭൂർഭുവസ്വഃ. ഓം മൃഗോദിവസ്യാധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. മാപാർജ്യോതിഷോ ബ്രഹ്മാ ഭവസ്വരോഃ തദംഗത്തേന വാസ്തുദേവതാഭ്യോ നമഃ. ദിവസ്യാധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. മാപാർജ്യോതിഷോ ബ്രഹ്മാ ഭവസ്വരോഃ. ഓം ഓം പ്രാണോധാന ഓം പ്രാണോധാനമണി സ്വാഹ. ഓം ബ്രാഹ്മണി സ്വാ മധ്യേ മധ്യമാന്യ സമർപ്പായ ഉത്തരാഭോജനം നൃപ്പയാമതഃ. ഓം പ്രാണായ സ്വാഹ അപാനായ സ്വാഹ. ഓം പ്രാണായ സ്വാധാനമണി സ്വാ. ഓം ബ്രാഹ്മണേ സ്വാ മധ്യേ മധ്യമാന്യ സമർപ്പയാമി. ഓം ത്രയം ഏകാന്ത ഏകാന്തായ കല്യാണ മംഗളാസാധനെ പരിമദാചാരേ मंगलासाधने परिमदाचारे पुरोगमे सर्वेच्छ पूर्वराचार्यै सत्वधायास्तु मंगल. आनन्दकर्पूरनीराशनं समर्पयामि. यानि कानि च पापानि. പിന്നെ ഞാനൊരു പ്രത്യേകത എന്താ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പൂജ സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയാൽ നമ്മുടെ അടുത്ത് അമ്പലത്തിലാണെങ്കിലും ഇതുപോലെ 5 പ്രാവശ്യം കറങ്ങാൻ പറയാറുണ്ട്. എല്ലാ അമ്പലത്തിലും അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂജ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സ്വാമി പറഞ്ഞത് കയ്യിൽ സ്വർണ്ണ മോതിരം ഇടാനാണ്. അപ്പോൾ ആ മോതിരം ഇട്ടുകൊണ്ട് വേണം ഈ ബാക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ മോതിരം ഇട്ടിട്ട് വേണം ചെയ്യണമെന്നാണ് പറയുന്നത്. ഓം యజమానసేనః. ఓం అక్షరాయ యజమానసేనః. యం ముహూర్తో ముహూర్తస్థః పస్ముఖి. ఓం కుంకుమావిలే వరలక్ష్మ్యః గంధద్వారామృతభూతానాం వామయోగే శ్రియం శ్రీగంధ సమర్పయామి. ఓం పుష్పై పూజామనావిధ పరిమళపుష్పాంజలిం సమర్పయామి. ఒక పుష్పం. ఓం ఈశాన్యదాభ్యో నమః. ధ్యాయామి ధ్యానం ప్రయామావాయం స్థాపయామి పూజయామి. అటు 2 ఉన్నాయి ఇనుకుడు గుంటలు మంచి వసుధర చూపించింది. మనది ఉండే వాళ్ళది. അപ്പോൾ തലയിൽ ഇങ്ങനെ കെട്ടാൻ പറഞ്ഞത്. അപ്പോൾ അതിന് കെട്ടിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. రోడ్ కాదు ఇన్ని లోపల పెట్టి 5 3 కుంకుమ 2 ఇవి 3 5 చెయ్యి. ఇట్లా చెయ్యి. ఇట్లా చెయ్యి. ఇట్లా చేసినా ఇది ఇట్లా. ఓం ఇట్లా ఇచ్చిపెట్టి ముగ్గులు ధ్రువంధేరాశావరణ ധ്രുവന്ധേരോ ബൃഹസ്പതി ധ്രുവന്തഃ ഇന്ധരാഷ്ടം ധാര. അപ്പോൾ അതെന്ന് പറയുന്നത് കോലത്തിൻ്റെ പൊടിയാണ്. ഇവിടെ എല്ലാവരും രാവിലെ എണീറ്റ് കഴിഞ്ഞ് വീട്ടിൻ്റെ മുന്നിൽ കോലം ഇടുന്നതാണ്. അപ്പോൾ കോലം ഇടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
പിന്നെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മുഗ് ഇവിടെ കോലത്തിന് മുഗ് എന്നാണ് പറയുന്നത്. ഈ മുഗ് ഇട്ട് കഴിഞ്ഞിട്ട് അത് വീട് കെട്ടുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തിലേക്ക് നമ്മൾ മരിച്ച വീട്ടിലേക്കൊന്നും പോകാൻ പാടില്ല. അതായത് നമ്മൾ പെല എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളവിടേക്ക് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വേദോ ലക്ഷ്മീ മനപഗാമിനീം യസ്യാമിരണ്യവിന്ധേയംഗാമശ്വം പുരുഷഃ അശ്വഭൂർവാരതനഭ്യാസ്തി നാവഃ പ്രബോധനം ശ്രിയം ദേവേമുപാശ്രയേ ശ്രീസ്മരണ്യവാകാരമദ്ഭ്യാം ജലം ദേവദ്ഭ്യാസ്തി പദ്മവർണാം വാമ്യോപയശ്രിയാ. ఓం త్వాం ఆజాత వేదో లక్ష్మీ మలవగామిని బాగా పడుతుంది కొద్ది కొద్ది. ఓం త్వాం ఆజాత వేదో లక్ష్మీ మలవగామిని యస్యామిరణ్య వింధేయం గామశ్వం పురుషః అశ్వభూర్వామిని యస్యామిరణ్య వింధేయం గామశ్వం పురుషః అశ్వభూర్వారదనభ్యాస్తి నాహ ప్రబోధనం శ్రియం దేవీముపాశ్రయేదీశ్వరణ్యవాకారమధ్యాం జలం దే అభ్యాస్తి ప్రచోదయాత్. ఓం గంధానిక్షువ్యః గంధద్వారాంధ్రానిషానిత్యగ్రహోదానాం త్వాభేసే మావలే పోసుకోసం పిండి అటు అంత దూరం కూడా అవుతుంది. പൂജ കഴിഞ്ഞതിന് ശേഷം മധുവിൻ്റെ അടുത്ത് മണ്ണ് വെട്ടാൻ പറഞ്ഞു. എന്നെ കൊണ്ടത് എടുത്ത് അപ്പുറത്ത് കൊണ്ട് കൊട്ടാൻ പറഞ്ഞു. അങ്ങനെ 5 പ്രാവശ്യമാണ് അവർ ചെയ്യാൻ പറഞ്ഞത്. ഇത് നമ്മൾ സ്വാമിക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് മേസ്തയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ദക്ഷിണ കൊടുത്തു. ദക്ഷിണ കൊടുത്തതിന് ശേഷം പിന്നെ അവരും വന്നിട്ട് കുറച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ജസ്റ്റ് ഒന്ന് മണ്ണ് വെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വന്നതായിരിക്കും. താങ്ക് യു, ബൈ.